നമ്മുടെ ലോകം ഓരോ ദിവസവും ടെക്നോളജിയിൽ ഗംഭീരമായ വളർച്ച കൈവരിക്കുമ്പോഴും ഇതുവരെ പരിഹരിക്കപ്പെടാനോ അല്ലെങ്കിൽ എന്താണ് സത്യമെന്ന് കണ്ടെത്താനോ കഴിയാത്ത പല കാര്യങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് 12 വർഷം മുന്നേ എങ്ങോട്ടോ പോയി മറഞ്ഞു എന്ന് കരുതുന്ന MH370 എന്ന വിമാനത്തിന്റെ രഹസ്യം. 2014 മാർച്ച് മാസം 8-ാം തീയതിയാണ് കോലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് രാവിലെ പുറപ്പെട്ട മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം അപ്രത്യക്ഷമായത്. ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഈ തിരോധാനം. ബോയിങ് 777-200ER എന്ന ഈ അത്യാധുനിക വിമാനത്തിൽ 227 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ ആകെ 239 പേരാണ് ഉണ്ടായിരുന്നത്. അന്ന് പുലർച്ചെ കോലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ എല്ലാം സാധാരണ നിലയിൽ തന്നെയായിരുന്നു. രാത്രി ആയതിനാൽ തന്നെ പല യാത്രക്കാരും നല്ല ഉറക്കത്തിലുമായിരുന്നു. ഏകദേശം 1 മണിക്കൂറിന് ശേഷം വിമാനം മലേഷ്യൻ വ്യോമാതിർത്തിയിൽ നിന്നും വിയറ്റ്നാം വ്യോമാതിർത്തിയിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ കോ പൈലറ്റ് ആയിരുന്ന ഫരീഖ് ഹമീദ് മലേഷ്യൻ വ്യോമഗതാഗത കേന്ദ്രത്തിന് ഒരു സന്ദേശം നൽകിയിരുന്നു. ഗുഡ് നൈറ്റ് മലേഷ്യൻ 370 എന്നായിരുന്നു ആ സന്ദേശം. ഇത് ആ വിമാനത്തിൽ നിന്നും ലഭിച്ച അവസാനത്തെ സന്ദേശമായിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ആ വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി. പിന്നീട് നടന്നത് എന്താണ് എന്ന് ആർക്കും അറിയില്ല. എന്നാൽ റഡാർ ട്രാക്കർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം സാങ്കേതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എഞ്ചിൻ തകരാറോ ഒന്നും തന്നെ വിമാനത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായിരുന്നു. കൂടാതെ ഈ വിമാനം നേരെ പടിഞ്ഞാറ് ദിശയിലേക്ക് മാറുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ പറന്നതായും പറയുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ ആർക്കും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. വിമാനം കാണാതായതിനു ശേഷം ഇന്നേ വരെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തെരച്ചിലാണ് നടത്തിയത്. 239 പേരുടെ ജീവനായി 26 രാജ്യങ്ങൾ പങ്കെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തെരച്ചിലായിരുന്നു അത്. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ആദ്യം തെക്കൻ ചൈനക്കടലിൽ തിരച്ചിൽ നടത്തിയപ്പോൾ ഒന്നും കണ്ടുകിട്ടിയില്ല. പിന്നീട് വിമാനം പടിഞ്ഞാറ് ദിശയിലേക്ക് പറന്നതിന്റെ സൂചനകൾ ലഭിച്ചപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടു. തുടർന്നാണ് ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അന്വേഷണം നടത്താം എന്ന തീരുമാനത്തിലെത്തുന്നത്. എന്നാൽ അവിടെയും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഏകദേശം 1 വർഷം പിന്നിട്ടപ്പോൾ വിമാനത്തിന്റെ ഒരു ചിറകിന്റെ ഭാഗം ഫ്രഞ്ച് ദ്വീപായ റീ യൂണിയൻ തീരത്ത് നിന്നും കണ്ടെത്തി. തുറന്നു നടത്തിയ പരിശോധനയിൽ അത് ഫ്ലൈറ്റ് 370യുടെ ഭാഗമാണെന്ന് സ്ഥിരീകരിച്ചു. അതോടെ വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചു എന്ന നിഗമനത്തിലെത്തുകയും ചെയ്തു. ശേഷം മൊസാംബിക്, ടാൻസാനിയ തുടങ്ങിയ തീരങ്ങളിലും വിമാനത്തിന്റെ ചെറിയ അവശിഷ്ടങ്ങൾ കൂടെ കണ്ടെത്തി. എന്നാൽ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളോ വലിയ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 370ക്ക് എന്ത് സംഭവിച്ചു എന്നതിന് വ്യക്തമായ ഒരു ഉത്തരമില്ല. പലരും പലതും പറഞ്ഞിരുന്നു. വിമാനം റാഞ്ചൽ, തീവ്രവാദ ആക്രമണം, പൈലറ്റ് മനഃപൂർവ്വം ചെയ്തത്, സാങ്കേതിക പ്രശ്നം എന്നിങ്ങനെ പല കാര്യങ്ങളും ചർച്ചയായിരുന്നു. എന്നാൽ അതൊക്കെ സംശയങ്ങൾ മാത്രമായിരുന്നു. വ്യക്തമായ കാരണങ്ങളോ തെളിവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിമാനത്തിനൊപ്പം കാണാതായവരുടെ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. ആ കൂട്ടായ്മയുടെ പേരാണ് വോയിസ് 370. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഇന്നും നീതിക്കും ഉത്തരങ്ങൾക്കുമായി കാത്തിരിക്കുകയാണ്. അത്യാധുനിക ഉപഗ്രഹങ്ങൾക്കും റഡാറുകൾക്കും കണ്ടെത്താൻ കഴിയാത്ത വിധം MH370 ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമായി. 12 വർഷങ്ങൾക്കിപ്പുറവും ആ കുടുംബങ്ങൾക്ക് അതൊരു തീരാ വേദനയായി തുടരുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അപ്രത്യക്ഷമായ ഫ്ലൈറ്റ് 370 ഇന്നും വ്യോമയാന ചരിത്രത്തിലെ ഒരു ദുരൂഹതയായി നിലനിൽക്കുകയാണ്. ആ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കാൻ തന്നെയാണ് 100% സാധ്യത. ഇവരിൽ ആരെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നതിന് ഒരു തരത്തിലുള്ള സൂചനകളും ലഭിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് മഹാസമുദ്രങ്ങളുടെ അടിത്തട്ടിലാണെന്ന് പറയാറുണ്ട്. അതേപോലെ ഈ MH370യും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എവിടെയോ ഉണ്ടാകും എന്നാണ് നിഗമനം.